ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് സഫീന. കേട്ടറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്ത എക്സാമിന് ആൻസർ കീയും റിലീസ് ആയി അല്ലേ? അപ്പോൾ ആൻസർ കീ നോക്കിയിട്ട് ചിലപ്പോൾ വിജയം പ്രതീക്ഷിച്ചിരിക്കുന്നവരും ഉണ്ടാകും. ഇനി അടുത്ത കേട്ടറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്നവരും ഉണ്ടാകും. അപ്പോൾ മാർക്ക് കുറഞ്ഞു പോയവരൊന്നും നിരാശപ്പെടേണ്ട, നമുക്ക് മുൻപിൽ ഇനിയും അവസരങ്ങളുണ്ട്. അപ്പോൾ അടുത്ത എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യാം. ഇനി ക്രാക്ക് ചെയ്യും എന്നുറപ്പുള്ളവരാണ് എങ്കിൽ നിങ്ങളോട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാനുള്ളത് നമ്മുടെ PSC അറബിക്കിന്റെ JLT അറബിക്കിന്റെ കാര്യമാണ്. കേട്ടിട്ട് ക്രാക്ക് ചെയ്തു എന്ന് വിചാരിച്ച് റെസ്റ്റ് എടുക്കാനൊന്നും പോകണ്ട. പഠനം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഓരോ കടമ്പ നമ്മൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ക്രാക്ക് ചെയ്യും എന്നുറപ്പുള്ളവരാണ് എങ്കിൽ നിങ്ങളുടെ അടുത്ത കടമ്പയായ PSC അറബിക്കിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കഴിഞ്ഞ കേട്ടറ്റ് അറബിക്കിന്റെ ഒരു 1-2 എക്സാംസ് ഇപ്പോൾ ഈ ലാസ്റ്റ് കഴിഞ്ഞ എക്സാമും അതിന് മുൻപ് കഴിഞ്ഞ എക്സാംസും ഒക്കെ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗ്രാമർ പോർഷനിൽ നിന്നും ഒരു ഭാഗം ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നത് നമുക്ക് കാണാം. ആ ഒരു ചോദ്യങ്ങളിലേക്ക് ആദ്യം പോകാം, എന്നിട്ട് നമുക്ക് അത് എന്താണ്, അതിന്റെ റൂള്, കായിക എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ ചോദ്യം ഇതാണ്: ഉക്കമ്മിലൽ ജുംല. ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്, അത് ഫിൽ ചെയ്യാനാണ് അല്ലെ. മാ സല്ലം തു അലൽ ഖാദിമീന ഡാഷ്. മാ സല്ലം തു എന്നാണ് ഞാൻ സലാം ചൊല്ലിയില്ല. അലൽ ഖാദിമീന എന്നാണ് വന്നവർക്ക്, മുൻകടന്ന് വന്നവർക്ക്. എന്നിട്ട് എന്തോ അവിടെ നമ്മൾ ഫിൽ ചെയ്യാനുണ്ട്. അവിടെ ഇതാ ഇല്ലൽ അവലു, ഇല്ലൽ അവല, ഇല്ലൽ അവലി, ബി ആൻഡ് സി. ഇതിന്റെ ഏതാണ് കറക്റ്റ് ആൻസർ വരാ? ഏതാണ് കറക്റ്റ് ആൻസർ? ഇവിടെ വരുന്നത് ഈ ഒരു ഓപ്ഷൻ ആണ്, ബി ആൻഡ് സി എന്ന ഓപ്ഷൻ ആണ്. അതായത് ഇല്ലൽ അവലയും വരാം, ഇല്ലൽ അവലിയും വരാം. രണ്ടും കറക്റ്റ് ആണ്. ഇത് രണ്ടും അതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരും. ഇപ്പൊ ഈ ഒരു ചോദ്യം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതൊരു ഭാഗത്ത് നിന്ന് വന്നതാണ് എന്നല്ലേ. അതുപോലെ തന്നെ വന്നിട്ടുള്ള ഇത് കഴിഞ്ഞതിന് മുന്നത്തെ എക്സാമിന് ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. ലം യസിലോ ലുയൂഫ ഇല്ല ഡാഷ്. എന്നിട്ട് സഈദൻ, സഈദിൻ, സഈദുൻ. ഇവിടെയും കറക്റ്റ് അല്ലെങ്കിൽ എ ആൻഡ് സി. ഏതാണ് ഇവിടത്തെ കറക്റ്റ് ഓപ്ഷൻ? ലം യസിലു അല്ലുയൂഫ ഇല്ല. ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട്, ആ ഒരു ഇല്ല ബേസ് ചെയ്ത് വന്നിട്ടുള്ള ചോദ്യമാണ് അല്ലെ. നമ്മൾ ഇതിനു മുൻപ് ഇവിടെയും ഇല്ലായിരുന്നു അല്ലെ. ഇല്ല, ആ ഒരു വാക്ക്, ഇല്ല എന്ന വാക്ക് ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിനോട് കണക്ട് ചെയ്ത് നിൽക്കുന്ന എന്തോ ഒന്നാണ്. അപ്പോൾ ഇവിടെയും ഇല്ലയുണ്ട്, ഇവിടെയും ഇല്ലയുണ്ട്. ഇവിടെയും കറക്റ്റ് ആൻസർ വരുന്നത് എ ആൻഡ് സി ആണ്. അഥവാ സഈദനും സഈദുന്നു ആണ്. എ ആൻഡ് സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ലം യസിലു ലുയൂഫ ഇല്ല സഈദൻ എന്നും നമുക്ക് പറയാം, ഇല്ല സഈദുൻ എന്നും നമുക്ക് പറയാം. അപ്പോൾ ഇത് എന്താണ്, എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കിയാലോ. അൽ മുസ്തസ്ന ബി ഇല്ല, അഥവാ ഇല്ല കൊണ്ട് ഒഴിച്ചു നിർത്തൽ. ഇല്ലക്ക് ശേഷം വരുന്ന അല്ലെങ്കിൽ ഒരു സെന്റൻസിൽ ഇല്ല വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യുസമ്മാൽ ഇസ്ം അല്ലദീ യഖഉ ബഅദ ഇല്ല മുസ്തസ്ന. ഈ ഒരു സെന്റൻസിൽ ഇപ്പോൾ ഇല്ലയുള്ള ഒരു സെന്റൻസ് ആണ്, അല്ലെങ്കിൽ ഇല്ല എന്ന വാക്ക് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് എങ്കിൽ ആ ഇല്ലക്ക് ശേഷം വരുന്ന ഇസ്മിനെ യുസമ്മാൽ ഇസ്മ അല്ലദീ യഖഉ ബഅദ ഇല്ല, ഇല്ലക്ക് ശേഷം വരുന്ന ഇസ്മിനെ നമ്മൾ മുസ്തസ്ന എന്ന് വിളിക്കും. എന്താണ്? മുസ്തസ്ന. ഇല്ലക്ക് ശേഷം വരുന്ന ഇസ്മിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മുസ്തസ്ന. വയുസമ്മാൽ ഇസ്മ അല്ലദീ യജിഉ ഖബ്ലഹ. ഇനി ആ ഇല്ലക്ക് തൊട്ടു മുൻപ് ഒരു ഇസ്മ ഉണ്ടായിരുന്നില്ലേ, ആ ഇസ്മിനെ നമ്മൾ എന്ത് വിളിക്കും? വയഷ്തമിലു ഫിൽ മാന. അതിലെന്താണ്? ആ ഒരു ആശയം ഉൾക്കൊള്ളുന്നതുമായ അലാമ ബഅദഹ മുസ്തസ്ന മിൻഹു. ആ ഇല്ലക്ക് മുൻപുള്ള ഇസ്മിനെ നമ്മൾ മുസ്തസ്ന മിൻഹു എന്നും വിളിക്കും. അഥവാ ഒഴിച്ചു നിർത്തപ്പെട്ടത് എന്ന് വിളിക്കുന്നത് മുസ്തസ്ന. അത് ഇല്ലക്ക് ശേഷം വരുന്നത്. ഇല്ലക്ക് മുൻപുള്ള ഇസ്മിനെ അല്ലെങ്കിൽ എന്തിൽ നിന്നാണോ ഒഴിച്ചു നിർത്തപ്പെട്ടത് അതിനെ നമ്മൾ മുസ്തസ്ന മിൻഹു എന്നും വിളിക്കും. ഇനി ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഹലറൽ അസ്ദിഖാഉ ഇല്ലാ അലിയൻ. ഹലറൽ അസ്ദിഖാഉ എന്താണ്? കൂട്ടുകാരെല്ലാവരും വന്നു. ഇല്ലാ അലിയൻ, അലി ഒഴികെ. അപ്പൊ ഇവിടെ ഈ അലി എന്നുള്ളതാണ് മുസ്തസ്ന. ആരിൽ നിന്നാണ് അലിയെ ഒഴിപ്പിച്ചത്? അസ്ദിഖായിൽ നിന്നാണ്. അത് മുസ്തസ്ന
മിൻഹു ആണ്. അടുത്ത എക്സാമ്പിൾ നോക്കിയേ. ഹലൽതു മസായിലൽ ഹിസാബി ഇല്ലാ മസ്അലത്തുൻ. ഹലൽതു ഞാൻ സോൾവ് ചെയ്തു, മസായിലൽ ഹിസാബി എല്ലാ പ്രോബ്ലംസും, ഇല്ലാ മസ്അലത്തൻ ഒരു പ്രോബ്ലം ഒഴികെ. അപ്പോൾ ഇവിടെ ഇല്ല കഴിഞ്ഞിട്ട് വന്ന ഇസ്മ മസ്അലത്താണ്. ഇത് മുസ്തസ്നയും ഇതിന് മുൻപുള്ളത് മുസ്തസ്ന മിൻഹു. ഖറഅതു അൽ കിതാബ ഇല്ലാ സഫ്ഹതൈൻ. ഖറഅതു ഞാൻ വായിച്ചു, അൽ കിതാബ പുസ്തകം, ഇല്ലാ സഫ്ഹതൈൻ 2 പേജ് ഒഴികെ. ഇല്ലയ്ക്ക് ശേഷം വന്നത് ഈ കിതാബിൽ നിന്നും ഒഴിച്ചു നിർത്തപ്പെട്ടതാണല്ലേ ഈ 2 പേജുകൾ എന്നുള്ളത്. അപ്പോൾ ഇത് മുസ്തസ്നയും എന്തിൽ നിന്നാണോ ഒഴിച്ചു നിർത്തപ്പെട്ടത് അത് മുസ്തസ്ന മിൻഹുമാണ്. ഇൻകല അസ്വൈഫു ഇല്ലാ യൗമൈൻ. ഇൻകല സ്വൈഫു എന്നാണ് ഉഷ്ണകാലം കഴിഞ്ഞു, ഇല്ലാ യൗമൈൻ എപ്പോ 2 ദിവസം ബാക്കി നിൽക്കെ, 2 ദിവസം ബാക്കി നിൽക്കെ തന്നെ ഉഷ്ണകാലം അവസാനിച്ചു എന്നാണ്. അപ്പോൾ യൗമൈൻ ഇതെന്താണ് മുസ്തസ്ന, ഇത് മുസ്തസ്ന മിൻഹു. ഇതാണ് ഇതിന്റെ മുസ്തസ്ന എന്താണ് എന്നും മുസ്തസ്ന മിൻഹു എന്താണ് എന്നും നമ്മൾ പഠിച്ചു. ഇനിയിപ്പോ പക്ഷെ നമ്മുടെ എക്സാമിന് വന്ന ചോദ്യം എന്താണ് മുസ്തസ്ന എന്നും എന്താണ് മുസ്തസ്ന മിൻഹു എന്നും അല്ല അല്ലെ, നമ്മളോട് ചോദിച്ചത് അതിന്റെ ഹർക്കത്തുകളെ പറ്റിയായിരുന്നു. അപ്പൊ നമുക്ക് അതിന്റെ ഹർക്കത്തിന്റെ ഹുക്കും ഒന്ന് അറിയണ്ടേ, അതെങ്ങനെയാണ് എന്ന് നോക്കാം. ദാ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അസ്മരത്തിൽ അഷ്ജാറു ഇല്ലാ ഷജറത്തൻ. അസ്മരത്തിൽ അഷ്ജാറു എല്ലാ മരങ്ങളും കായ്ച്ചു, ഇല്ലാ ഷജറത്തൻ ഒറ്റ മരം ഒഴികെ. പറയാം അല്ലേ, നമുക്കറിയാം ഷജറത്ത് എന്ന് പറഞ്ഞാൽ മുസ്തസ്നയാണ്, അഷ്ജാർ എന്ന് പറഞ്ഞാൽ മുസ്തസ്ന മിൻഹു ആണ്. ത്വാറൽ ഹമാമു ഇല്ലാ വാഹിദ എല്ലാ പ്രാവുകൾ പറന്നു, ഇല്ലാ വാഹിദ ഒരെണ്ണം ഒഴികെ. അപ്പോൾ ഇവിടെ ഈ വാഹിദത്ത് എന്നുള്ളതാണ് മുസ്തസ്ന, ഹമാം മുസ്തസ്ന മിൻഹു. ഫറൽ ജുനൂദു ഇല്ലൽ കായിദ നായകൻ ഒഴികെ ബാക്കി സൈന്യമെല്ലാം എന്താണ് ഓടി. കായിദാണ് ഇവിടെ മുസ്തസ്ന, ജുനൂദ് എന്നുള്ളത് മുസ്തസ്ന മിൻഹു ആണ്. അപ്പോൾ ഈ അണ്ടർലൈൻ ചെയ്ത വാക്കുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം എല്ലാം എന്താണ് നെസ്ബിലാണ് അല്ലെ. ഷജറത്തൻ, വാഹിദത്തൻ, കായിദ എല്ലാം നെസ്ബ് കൊണ്ടാണ് എൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദാ അതിന്റെ റൂള് നോക്കിയേ. ഇതാ കാനൽ മുസ്തസ്ന മിൻഹു മദ്കൂറൻ. മുസ്തസ്ന മിൻഹു പറയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ മുസ്തസ്ന മിൻഹു ഏതാണ്? ദാ ഇതാണ് മുസ്തസ്ന മിൻഹു. ഈ മുസ്തസ്ന മിൻഹു പറയപ്പെട്ടിട്ടുള്ള ഒരു സെന്റൻസ് ആണ് എങ്കിൽ വകാനൽ കലാമു മുസ്ബതൻ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് എങ്കിലും അതിൽ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് ഒന്നുമില്ല, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് എങ്കിലും വജബ നസ്ബുൽ മുസ്തസ്നാബി ഇല്ല. മുസ്തസ്നക്ക് എന്താകും അവിടെ? നെസ്ബാകും. മുസ്തസ്നക്ക് എന്ത് കൊടുക്കണം? നെസ്ബ് കൊടുക്കണം. അതുകൊണ്ടാണ് ഇവിടെ എന്താണ് നെഗറ്റീവ് സെന്റൻസ് അല്ല മറിച്ച് പോസിറ്റീവ് സെന്റൻസ്, ഒരു കാര്യം ഉറപ്പിച്ചാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത് മുസ്ബത്തായ സെന്റൻസ് ആണ്. മാത്രമല്ല മുസ്തസ്ന മിൻഹുവിനെ എല്ലാം പറഞ്ഞിട്ടുണ്ട്, അസ്ജാർ, ഹമാമ്, ജുനൂദ് അതിൽ നിന്നും ഒഴിഞ്ഞു വന്നിട്ടുള്ളതിനെയാണ് പറഞ്ഞിട്ടുള്ളത്. അഥവാ മുസ്തസ്ന മിൻഹു അവിടെ ക്ലിയർ ആയിട്ട് പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോ അത്തരത്തിലുള്ള സിറ്റുവേഷനിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മുസ്തസ്നയുടെ ഇഅറാബ് നെസ്ബ് ആയിരിക്കണം. അതവിടെ എന്താണ് വജബ നെസ്ബുൽ മുസ്തസ്ന. അപ്പോൾ അവിടെ നെസ്ബ് നിർബന്ധമാണ്. ഇനി ഇത് മാറി വരുന്ന ചില സിറ്റുവേഷൻ ഉണ്ട്, നമുക്ക് നോക്കാം. ലം തതഫത്തഹിൽ അസ്ഹാറു ഇല്ലൽ ബനഫ്സജ അവിൽ ബനഫ്സജു. 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നല്ലെങ്കിൽ ബനഫ്സജ എന്ന് പറയാം, അല്ല എങ്കിൽ ബനഫ്സജു എന്ന് പറയാം. എന്തെല്ലാം തതഫത്തഹിൽ അസ്ഹാറു പൂക്കൾ ഒന്നും തന്നെ വിരിഞ്ഞില്ല, ഇല്ലൽ ബനഫ്സജ വയലറ്റ് ഒഴികെ, അഥവാ വയലറ്റ് ആ ഒരു പൂവല്ലാതെ വേറെ ഒന്നും വിരിഞ്ഞില്ല. ലം യൻജുൽ മുസ്തഹിമൂന എന്നാണ് കേട്ടോ, മുസ്തഹിമൂന അതായത് എന്താണ് ഇല്ലൽ അഹ്മദ്, അഹ്മദ് അല്ലാതെ കുളിച്ച, മുസ്തഹിം എന്ന് വെച്ചാൽ കുളിക്കുന്നവർ, അങ്ങനെ എന്തോ ആണ് അർത്ഥം. അപ്പോൾ ആ കുളിച്ചതിൽ ആകെ എന്താണ് അഹ്മദ് മാത്രമേ വിജയിച്ചുള്ളൂ, വേറെ ആരും വിജയിച്ചിട്ടില്ല. എന്നിട്ടും അവിടെ ഇതാ അഹ്മദ അല്ലെങ്കിൽ അഹ്മദു, നമുക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. മാ സല്ലംതു അലൽ ഖാദിമീന ഇല്ലൽ അവ്വല അവിൽ അവ്വലി. മാ സല്ലംതു ഇത് നമ്മുടെ ആ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണല്ലേ, നമ്മൾ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്ത. മാ സല്ലംതു ഞാൻ സലാം ചൊല്ലിയില്ല, അലൽ ഖാദിമീന വന്നവർക്ക്, ഇല്ലൽ അവ്വല ആദ്യത്തെ ആൾക്കൊഴികെ അല്ലെങ്കിൽ ആദ്യത്തെ ആൾക്ക് മാത്രം, ഇല്ലൽ അവ്വല അല്ല എങ്കിൽ അവ്വലി എന്ന് പറയാം.
അപ്പൊ ഇതാ ഹർക്കത്തിനൊക്കെ ചേഞ്ച് ഉണ്ട് അല്ലെ. എല്ലാത്തിനും ലൊമ്മോ എല്ലാത്തിനും കെസറോ ഒന്നും അല്ല. ചിലതിന് ലൊമ്മുണ്ട്, ചിലതിന് കെസറുണ്ട്. അപ്പോ ഇവിടത്തെ റൂൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാ കാനൽ മുസ്തസ്ന മിൻഹു മദ്കൂറൻ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുസ്തസ്ന മിൻഹു ഇവിടെ പറയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ മുസ്തഹിമൂന അസ്ഹാറ അതൊക്കെ അവിടെ പറയപ്പെട്ടിട്ടുണ്ട്. മുസ്തസ്ന മിൻഹു ക്ലിയർ ആയിട്ട് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ വകാനൽ കലാമു മൻഫിയൻ എന്താണ് നെഗറ്റീവ് സെന്റൻസ് ആണ് എങ്കിൽ, ഇത് നെഗറ്റീവ് സെന്റൻസ് ആണ് അല്ലേ. ലം ലം ലമ്മ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിഷേധാത്മകമായിട്ടുള്ള ഒരു സെന്റൻസ് ആണ് എങ്കിൽ ജാസഫിൽ മുസ്തസ്ന ബില്ല അൻ യൻസുബ അലൽ ഇസ്തിസ്ന, അവിടെ നെസ്ബ് ചെയ്യല് അനുവദനീയമാണ്. നെസ്ബ് നമുക്ക് ചെയ്യാം. നമ്മൾ പറഞ്ഞു ഒരു മുസ്തസ്നയുടെ ഇറാബ് നെസ്ബ് ആണെന്ന് നമ്മൾ കഴിഞ്ഞ കായികയിൽ പഠിച്ചു. അപ്പൊ നമുക്ക് നെസ്ബ് ചെയ്യാം, കുഴപ്പമൊന്നും ഇല്ല. നെസ്ബ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അല്ല എങ്കിലോ മുസ്തസ്ന മിൻഹു ഫി ഇറാബുഹു, അല്ല എങ്കിൽ അതിന് മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട്. ഒരു ഓപ്ഷൻ കൂടി അതിനെ ഫോളോ ചെയ്യാം. എന്താണ് ഈ ഒരു മുസ്തസ്ന മിൻഹു എന്താണ് ഇല്ലയ്ക്ക് മുൻപുള്ള വാക്ക് അല്ലേ, അതിന്റെ ഇറാബ് ഫോളോ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി അതിനവിടെ ഉണ്ട്. അതാണ് അസ്ഹാറു. അതെന്താണ് അവിടെ റഫ് ആണ്. അപ്പൊ ബനഫ്സജു വേണമെങ്കിൽ ബനഫ്സജു എന്ന് എഴുതാം, അല്ലെങ്കിൽ ബനഫ്സജ എന്ന് എഴുതാം. മുസ്തസ്നയുടെ ഇറാബ് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ മുസ്തസ്ന മിൻഹുവിന്റെ ഇറാബ് ഫോളോ ചെയ്യാം. ഇവിടെയും റഫ് ആണ്. അപ്പൊ അഹ്മദ അല്ലെങ്കിൽ അഹ്മദു. ഇനിയോ അലൽ കാദിമീന, അല വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ കാദിമീന എന്താണ് ജാറ് മജ്റൂറാണ്, അവിടെ കെസ്റാണ് കൊടുക്കേണ്ടത്. അപ്പോ അവല എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അല്ല എങ്കിൽ മുസ്തസ്ന മിൻഹുവിന്റെ അലാമത്തായ ജെറ് ഫോളോ ചെയ്യാം. അപ്പോ അവലി. അപ്പോ എന്താണ് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് ആണ് എങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നല്ല എങ്കിൽ മുസ്തസ്നയുടെ ഇറാബ് നെസ്ബ് തന്നെ ഫോളോ ചെയ്യാം. അല്ല എങ്കിൽ മുസ്തസ്ന മിൻഹു എന്തൊരു ഇറാബിലാണോ ഉള്ളത് ആ ഇറാബ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമുക്ക് പൊതുവെ കേട്ടറ്റ് എക്സാമിന് ചോദിച്ചു കൊണ്ടിരുന്ന ആ ഒരു റിപ്പീറ്റഡ് ആയിട്ട് വന്ന രണ്ട് ചോദ്യങ്ങള്. മുസ്തസ്നയ്ക്ക് ഒരു റൂള് കൂടിയുണ്ട്. ഇതാ കാനൽ മുസ്തസ്ന മിൻഹു മഹദൂഫൻ, നമ്മൾ ഈ രണ്ട് കേസിലും നമ്മൾ പറഞ്ഞത് മുസ്തസ്ന മിൻഹു പറയപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ചില സിറ്റുവേഷനിൽ മുസ്തസ്ന മിൻഹു അതായത് ആ ഇല്ലയ്ക്ക് മുൻപുള്ള വാക്ക് പറയപ്പെട്ടിട്ടുണ്ടാവില്ല, മുസ്തസ്ന മിൻഹു അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിലോ ആരിബൽ മുസ്തസ്ന അലാ ഹസ്ബി മാ യഖ്തളിഹി മൗളിഉഹു ഫി തർകീബി കമാ ലൗ കാനത് ഇല്ലാ ഗൈറ മൗജൂദ. അങ്ങനെ മുസ്തസ്ന മിൻഹു പറയാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഒരു സെന്റൻസിൽ ഇല്ല എന്ന് പറഞ്ഞ വാക്ക് അവിടെ ഇല്ലെങ്കിൽ എങ്ങനെയാണോ അതിനെ ഇറാബ് ചെയ്യുന്ന അതേ രീതി തന്നെ ഫോളോ ചെയ്യാം. അതായത് നോക്കിയേ, ലാ യുസ്ദി അന്നസ്വീഹ ഇല്ലൽ മുഖ്ലിസൂൻ എന്നാണ്. ആത്മാർത്ഥതയുള്ളവരൊഴികെ എന്ത് തരില്ല, ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഉപദേശം ഗുണകാംശം നമുക്ക് തരില്ല എന്നാണ്. പക്ഷെ ഇവിടെ എന്താണ് മുസ്തസ്ന മിൻഹു ഇല്ല, അവിടെ ശരിക്കും ഒരു അഹദ്, ലാ യുസ്ദി അന്നസ്വീഹത അഹദുൻ ഒരാളും എന്ന് പറഞ്ഞൊരു വാക്ക് അവിടെ വേണമായിരുന്നു. അതാണ് ശരിക്കും അവിടുത്തെ മുസ്തസ്ന മിൻഹു. പക്ഷെ അതവിടെ പറയപ്പെട്ടിട്ടില്ല. ലാ യുസ്ദിയ നസ്വീഹത ഇല്ലൽ മുഖ്ലിസൂൻ, ആത്മാർത്ഥതയുള്ളവരല്ലാതെ തരികയില്ല എന്നാണ്. അപ്പൊ അവിടെ മുസ്തസ്ന മിൻഹു പറയപ്പെടാത്തത് കൊണ്ട് തന്നെ ഈ ഇല്ല എന്ന വാക്കിനെ നിങ്ങൾ നോക്കണ്ട. ഇല്ല അവിടെ ഇല്ല എങ്കിൽ എന്താ വരാ, ലാ യുസ്ദിയ നസ്വീഹത ഇല്ലൽ മുഖ്ലിസൂൻ. മുഖ്ലിസൂൻ എന്തിന്റെ സ്ഥാനത്താണ്, ഫായിലിന്റെ സ്ഥാനത്താണ്. അപ്പൊ അതിന് റഫ് കൊടുക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള എക്സാമ്പിൾസ് മാ സ്വാഹിബത്തു ഇല്ലൽ അഖ്യാറ, എന്താണ് ഉത്തമരായിട്ടുള്ളവരല്ലാതെ ഞാൻ സഹവസിച്ചിട്ടില്ല. ഇവിടെയും അഹദുൻ ചേർക്കേണ്ടതായിരുന്നു, അഹദുൻ ഇല്ല. അപ്പൊ മുസ്തസ്ന മിൻഹു പറയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് മഫ്ഊലിന്റെ സ്ഥാനത്താണത്. മാ സ്വാഹിബത്തു ഞാൻ സഹവസിച്ചിട്ടില്ല, ഇല്ലൽ അഖ്യാറ അഖ്യാർ എന്നുള്ളത് മഫ്ഊലിന്റെ സ്ഥാനത്താണ്. മഫ്ഊലിന്റെ അലാമത്ത് നമുക്കറിയാം എന്താണ്, നസ്ബാണ്. അപ്പൊ അവിടെ ഇല്ലൽ അഖ്യാറ അത് തന്നെ ഫോളോ ചെയ്താലും മതി. ലാ തസൂദു ശുഊബ ഇല്ലാ ബിൽ അഖ്ലാഖ്, ഇവിടെ ശുഊബു ലാ തസൂദു എന്താണ്, ലാ തസൂദു ശുഊബ ഒരു ജനങ്ങളും ഗുണവിശേഷണങ്ങൾ കൊണ്ടല്ലാതെ ഒരു ജനസമൂഹവും എന്തായിട്ടില്ല, നായകരായിട്ടില്ല എന്നാണ്. അപ്പോൾ ഇവിടെയും എന്താണ് നമുക്ക് മുസ്തസ്ന മിൻഹു പറയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് എന്താണ് ഇതെന്തിന്റെ സ്ഥാനത്താണ്, ബിൽ അഖ്ലാഖ് എന്നല്ലേ ബി വന്നിട്ടുള്ളത് കൊണ്ട് അത് മജ്റൂർ ബി ഹർഫി ജറാണ്. അപ്പോൾ ബി അഖ്ലാഖി എന്ന് പറഞ്ഞാലും മതി. ഈ ഒരു റൂളിനെ പറ്റി അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല.
പൊതുവെ ചോദിച്ചിട്ടുള്ളത് ഈ ഒരു റൂളായിരുന്നു, നമ്മൾ രണ്ടാമത് പഠിച്ച റൂൾ. അഥവാ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സെന്റൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മുസ്തസ്ന എന്നുള്ളതാണ് റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പോൾ 2 പ്രാവശ്യം വന്നത് എന്ന് കരുതി നിങ്ങൾ മറ്റ് 2 റൂളും പഠിക്കാതെ ഇരിക്കേണ്ട, എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ കേട്ടറ്റ് എക്സാമിന് വേണ്ടി നമുക്ക് മുൻപിൽ കുറച്ചധികം ദിവസം ഉണ്ടല്ലോ. ഇനി ഒരു ജൂണിലൊക്കെ ആയിരിക്കും പരീക്ഷ വരാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നല്ലൊരു അവസരമാണ് മുൻപിലുള്ളത്. നമ്മുടെ CCയിൽ കേട്ടറ്റ് ലോങ് ബാച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു കോച്ചിങ് ആയിരിക്കും ഇവിടെ നിന്ന് കിട്ടുന്നത്. ഒരു ലോങ് ബാച്ച് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു നീണ്ട കാലയളവിലേക്കുള്ള ഒരു ടൈം ടേബിൾ പ്രൊവൈഡ് ചെയ്ത് ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് എങ്ങനെ പോർഷൻസ് കവർ ചെയ്യാമെന്നും എങ്ങനെ എളുപ്പത്തിൽ കേട്ടിട്ട് ക്രാക്ക് ചെയ്യാമെന്നും ഒക്കെയുള്ള ഒരു സെഷൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. പിന്നെ കേട്ടറ്റ് ഇപ്പോൾ അറബിക്കിന് വേണ്ടി മാത്രമല്ല, മറിച്ച് അറബി എക്സാം എഴുതുന്നവർക്കും സൈക്കോളജിയും ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുമൊക്കെ എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കോഴ്സാണ്. അപ്പോൾ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.